ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉത്തരാഞ്ചലിലെ ഹൈന്ദവർ അവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേശിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇവൻ എന്തിന്റെ കുറവാണ്? എന്ത് കിട്ടിയാൽ ഇവൻ നന്നാവും? പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാരും ബ്രദർമാരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കാര്യമായ പിന്തുണ പലരുടെയും ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തില് ഒട്ടും വർഗീയത പറയാത്ത ഒരാളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പേരാണ്, ഞാൻ പറയാം, ശശികല ടീച്ചർ എന്നാണ്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു പെന്തക്കോസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് പെന്തക്കോസുകാർ പ്രത്യേകമായിട്ട് വായിക്കേണ്ട അടിക്കുറിപ്പ് തന്നെയാണ്. അതായത് ഉത്തരാഞ്ചലിലെ ഋഷികേശ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെന്തക്കോസ് പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗ വീഡിയോ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പും വായിക്കാം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉത്തരാഞ്ചലിലെ ഹൈന്ദവർ അവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേശിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോർ ഒഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും നിറയപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുതനാമത്തിന്റെ ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ, ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷനെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടൊരു മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി. ആ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരതം യേശുവിന്റേതാണ്, ഋഷികേശ് യേശുവിന്റേതാണ്. തൊട്ട് പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ്. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുതീ പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ തുറക്കാം. ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ച് ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. എന്ത് വില കൊടുത്തും പിശാചിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കൊരുമിച്ച് മുട്ടുമടക്കാം. ഭാരതത്തിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുവാൻ, ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രസംഗം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. സാധാരണയായിട്ട് ബെന്തക്കോസ് പാസ്റ്റർമാര് പ്രസംഗിക്കാറുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയാറുള്ള വാക്കുകളാണ് ഈ പാസ്റ്ററും പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പഴയ വീഡിയോ ആണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം നിന്ന് പറയുന്ന സ്ഥലമാണ് വിഷയം. ഇദ്ദേഹം പറയുന്ന സുവിശേഷീകരണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ ഇദ്ദേഹം എവിടാണ് സുവിശേഷീകരണം നടത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് പല ആൾക്കാർക്കും കുരുപൊട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ശശികല ടീച്ചർ ചില അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ എഴുതിയിട്ടിരിക്കുന്നത്. ശശികല ടീച്ചർ എഴുതിയിട്ടിരിക്കുന്ന ആ ഒരു അഭിപ്രായം നമുക്കൊന്ന് വായിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യം പറയാം. ഈ ഒരു വീഡിയോയുടെ താഴെ ശശികല ടീച്ചർ എഴുതിയിട്ടിരിക്കുന്ന അടിക്കുറിപ്പ് ഇങ്ങനാണ്: അതിരാവിലെ ട്രെയിൻ ഇറങ്ങാനായി മൊബൈലിൽ അലാറം വെച്ചിരുന്നു. ഉണർന്നപ്പോൾ ഇറങ്ങുന്നത് വരെ ബോറടി മാറ്റാൻ എഫി തുറന്നപ്പോൾ ചാടി വന്ന വീഡിയോ ആണ് ഇത്. പുണ്യഭൂമിയായ ഋഷികേശിൽ നിന്നാണ് ഈ സാമദ്രോഹി ഇത് വിളിച്ചു പോകുന്നത്. ഇവൻ ഇത് ഹിന്ദിയിലാണ് അവിടെ നിന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ കഥ കട്ട പോകയല്ലേ. ഋഷികേശൻ മഹാവിഷ്ണു ആണെങ്കിലും അവിടെ എത്തുന്നവരിൽ ശിവന്റെ ഭൂതഗണങ്ങൾ ധാരാളമുണ്ടല്ലോ. അവർ അവനെ കയറി അനുഗ്രഹിക്കാത്തത് മലയാളം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അവനെ വല്ലവരും അനുഗ്രഹിച്ചാലും കേരളത്തിൽ പുകിലാകും. ന്യൂനപക്ഷ വേട്ട, മോദിയുടെ ഫാസിസം, പെട്ടിയും കിടക്കയും എടുത്ത് വടക്കോട്ടോട്ടം, പരിവാറിലെ സംഘടനകൾ ഏതൊക്കെയാണെന്ന് സർട്ടിഫിക്കറ്റ് വിതരണം, ഇങ്ങനെ കലാപരിപാടികൾക്ക് പഞ്ഞമുണ്ടാവില്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇവൻ എന്തിന്റെ കുറവാണ്? എന്ത് കിട്ടിയാൽ ഇവൻ നന്നാവും? ഈ ഒരു പാസ്റ്ററിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് ശശികല ടീച്ചർ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ താഴെ എഴുതിയിട്ടിരിക്കുന്ന അവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ട സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് തീവ്രമായിട്ടുള്ള മതചിന്തയുള്ള ആളുകൾ എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദു മതത്തിലും ഉണ്ട്, ക്രിസ്ത്യൻ മതത്തിലും ഉണ്ട്, മുസ്ലിം മതത്തിലും ഉണ്ട്.
അപ്പോൾ അവരുടെ മതത്തെക്കുറിച്ച് വേറെ ഒരു അന്യമതസ്ഥക്കാരൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് കുരുപൊട്ടും അവർ പ്രതികരിക്കും. അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് മാത്രമേ എനിക്കിതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കുറെ വർഷങ്ങളായിട്ട് കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുവിശേഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒട്ടും തന്നെ ഇല്ല. അത് നമ്മൾ വാർത്തകൾ വെളിവരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മുന്നോട്ട് പോകും തോറും ഒരു കാരണവശാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് സുവിശേഷവൽക്കരണം നടത്താൻ വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ നമ്മളൊരു വാർത്ത കേട്ടതാണ്, 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായി. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. വലിയ രീതിയിലുള്ള പിന്തുണ ഈ 2 കന്യാസ്ത്രീകൾക്കും ലഭിച്ചു. അവർക്ക് ജാമ്യം കിട്ടി, വെളിയിലിറങ്ങി. അവർക്ക് ഉണ്ടായ ആ ഒരു ദുരനുഭവവും അവർക്ക് മേളിൽ ചുമത്തിയ കേസുകളൊക്കെ കള്ളക്കേസാണെന്നൊക്കെ തെളിയുകയും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഈ ബെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന പാസ്റ്റർമാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റർമാരും ബ്രദർമാരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കാര്യമായ പിന്തുണ പലരുടെയും ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അതേസമയം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയതുപോലെയുള്ളൊരു പിന്തുണ ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടുള്ള ബ്രദർമാര് അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളിലില്ല. അവർക്കെതിരെ തെളിവില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായിട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവാത്തത് എന്നത് സംശയം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ കാര്യത്തില് യാഥാർത്ഥ്യമില്ലേ? അതായത് കന്യാസ്ത്രീകള് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് വലിയ രീതിയിലുള്ള സപ്പോർട്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് ലഭിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്തു, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ. അപ്പോൾ അതിനകത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതിനകത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ ചെയ്യുന്നതും ഈ പറഞ്ഞ പാസ്റ്റർമാർ ചെയ്യുന്നതും എല്ലാം സുവിശേഷവൽക്കരണം തന്നെയാണ്. അതായത് ക്രിസ്തുവിനെ അറിയാത്ത ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീകളുടെയും അച്ഛന്മാരുടെയും ഈ പറഞ്ഞ സുവിശേഷന്മാരെ, അതായത് ഈ പാസ്റ്റർമാരുടെയൊക്കെ ചുമതല. അതാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കേട്ട ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. അതായത് എല്ലാ ആളുകളും ക്രിസ്തുവിനെ അറിയണം. അപ്പോൾ അതിന് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഏത് സ്ഥലത്ത് ചെന്നാലും എത്ര പ്രതിസന്ധി നേരിട്ടാലും അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുക. അങ്ങനെ സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിനെ അവരെ അറിയിക്കുക, ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നടത്തുക. അതാണ് എല്ലാ ആളുകളുടെയും ലക്ഷ്യം. എന്നാൽ ഇത്തരത്തില് ഈ പറഞ്ഞ കന്യാസ്ത്രീകളുടെ മേളിൽ അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സപ്പോർട്ട് ലഭിക്കുകയും അവർ വെളിയിലിറങ്ങുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പേ ഒരു വീഡിയോ ചെയ്തു. ജോസ് പാപ്പച്ചനും അതോടൊപ്പം തന്നെ അവരുടെ പത്നിയും ഇതുപോലെ ജയിലിലായി. ഇതേ കുറ്റത്തിനാണ് ജയിലിലായത്. സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ജയിലിലായ ആൾക്കാരാണ്. വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും നമ്മൾ ആരും കണ്ടില്ല. ചില യൂട്യൂബ് ചാനലുകളൊക്കെ ചില വാർത്തകൾ കൊടുത്തു. അതിനപ്പുറത്തേക്ക് വേറെ ഒരു വാർത്തയും വെളി വന്നില്ല. പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജയ്ക്കും കോടതി നടപടികളൊക്കെ നേരിടേണ്ടി വന്നു, ജയിലിൽ കിടക്കേണ്ടി വന്നു, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ഒരു സപ്പോർട്ടും വെളിയിൽ നിന്നൊന്നും ലഭിച്ചില്ല. ഒരുപാട് പാസ്റ്റർമാരൊക്കെ ചേർന്ന് പണപ്പിരിവൊക്കെ നടത്തി വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തില് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സുവിശേഷന്മാർ ചെന്ന് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്നിട്ടും ക്രിസ്തുവിനെ അറിയിക്കുന്നുണ്ട്. അവരൊക്കെയും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് കേരളത്തില് ഇത്തരത്തില് വാക്കുകൊണ്ട് മാത്രമുള്ള പീഡനം മാത്രമേ ഉള്ളൂ. ശാരീരിക പീഡനം ഏൽപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. സുവിശേഷന്മാര് വലിയ രീതിയിലുള്ള പീഡനത്തിന് ഇരയാവുന്നില്ല. അത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയൊക്കെ സംബന്ധിച്ച് അവിടെ ചെല്ലുന്ന സുവിശേഷന്മാരൊക്കെ നല്ല രീതിയിലുള്ള എതിർപ്പ് അനുഭവിക്കേണ്ടി വരുന്നു, മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു. പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പല ആളുകളും അവിടെ സുവിശേഷവൽക്കരണം നടത്തുന്നത്, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ നിയമങ്ങള് എല്ലാ ആളുകൾക്കും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അത് പല സംസ്ഥാനങ്ങളും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പുതിയ ബില്ലുകൾ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള സുവിശേഷവൽക്കരണത്തെയൊക്കെ തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ അതൊക്കെയും പാസ്സാക്കി ഈ സുവിശേഷന്മാരെയൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അവിടെ ചെന്ന് സുവിശേഷം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ വരുന്ന സമയത്ത് തീവ്രമായിട്ടുള്ള മതചിന്തയുള്ള ആളുകൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. അതിന്റെ അപ്പുറത്തേക്ക് ഈ സുവിശേഷവൽക്കരണത്തെ ഒരു കാരണവശാലും തടഞ്ഞു നിർത്താൻ ആരെയും കൊണ്ടും സാധിക്കത്തില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.